So hello guys and girls, it's Sree here. ഞാൻ ഇന്ന് ഉള്ളത് ഇവൻ്റെ കൂടെ CMF Phone 2 Pro എങ്ങനെയുണ്ട് സാധനം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പക്കയായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിയർ പെർഫെക്റ്റ് ബഡ്ജറ്റ് ഫോണാണ്. ആ ഒരു ബഡ്ജറ്റ് പെർഫെക്റ്റ് ഫിനോമിനയ്ക്ക് ഭയങ്കരമായിട്ട് അടുത്തെത്തി. പക്ഷേ ഒരു ചെറിയൊരു കോസ്റ്റ് റിഡക്ഷൻ എന്നെ ഇത് പിസ് ഓഫ് ചെയ്തെന്ന് വേണേൽ പറയാം. കാരണം ബാക്കി എല്ലാം ഈ ഫോൺ അടിപൊളിയാണ്. എല്ലാ എക്സ്പീരിയൻസും കൊണ്ട് എനിക്ക് വന്ന് 18,000 രൂപയ്ക്ക് ഇത് കിടിലം ഹൈലി റെക്കമെൻഡാണ്. പക്ഷേ ആ ഒരു 200 രൂപയും കൂടെ അവരിട്ട് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഒരു പെർഫെക്റ്റ് ബഡ്ജറ്റ് ബ്ലൈൻഡ് ബൈ എന്ന് എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ എനിക്ക് ഈ ഫോണിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡിസൈൻ. നമ്മൾ കയ്യിലൊക്കെ പിടിക്കാനൊക്കെ നല്ല രസമാണ്. അതും ഈവൻലി ബോർഡറാണ്, ചിഹ്നം ഈ ബെസലും കാര്യങ്ങളും ഒക്കെ. അതിനൊക്കെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് തരുന്നുണ്ട്. ഡിസൈൻ ഡ്യൂറബിലിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഫീൽസ് പ്രിറ്റി ഗുഡ് ഇൻ ദ ഹാൻഡ്. പക്ഷേ നമ്മൾ പണ്ടത്തെ ഫോൺ 1 കണക്ക് CMF Phone 1 കണക്ക് ഇപ്പോൾ സ്ക്രൂ ഊരി നമുക്ക് ബാക്ക് പാനൽ റിപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം വേറൊരു ഹാർനസ്, ഒരു കേസ് പോലൊരു സാധനം വരും. അതിൻ്റെ മണ്ടേ നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് വലിയൊരു ഫാക്ടറാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അത് എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെ കുറവാണ്. അവരെ സ്ലിംനെസ് കുറയ്ക്കാനും അതേപോലെ IP54 റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇച്ചിരൂടെ റെസിസ്റ്റൻ്റ് ആകാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തതെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ഡിസൈൻ യുണീക്കാണ്. നിങ്ങൾ തന്നെ കണ്ടു നോക്കും, എന്തൊരു കിടിലം രീതിയിൽ അവർ പണിഞ്ഞു വെച്ചേക്കുന്നത്. ഭയങ്കര രസമാണ് കാണാൻ. ഇതിൻ്റെ എനിക്ക് ഏറ്റവും ക്ലാസി ആയിട്ട് തോന്നിയ കളർ ഇതും ബ്ലാക്കുമാണ്, ഓറഞ്ച് അല്ല. സോ ഇറ്റ്സ് റിയലി ഗുഡ് ഫോൺ. പിന്നെ ഹെഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 190 ഗ്രാംസിനകത്താണ്. 180 ഗ്രാംസ്, 89 ഗ്രാംസ് എന്ന് പറയും. വെയിറ്റ് സോ ലൈറ്റ്, നല്ലോണം വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് പറയണം. കറക്റ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് കണക്കാണ്. വെൽ എൻജിനീയർഡ് ബഡ്ജറ്റ് ഫോണാണ് ഡിസൈൻ ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോൾ. ഇനി ഡിസൈൻ ആസ്പെക്റ്റിൽ നിന്ന് ഒരിക്കലും ഒരുപാട് പറയാൻ പറ്റാത്ത പ്രൊട്ടക്ഷനെ കുറിച്ചൊന്നും പറയാം. നമുക്ക് ഫ്രണ്ടിൽ പാൻഡ ഗ്ലാസ് എന്ന് പറഞ്ഞ ഗ്ലാസ്സാണ് കൊടുത്തേക്കുന്നത്. അതും അത്യാവശ്യം ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി ഇൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് അവരുടെ ക്ലെയിം. നമുക്ക് ഒന്നാമത് പുതിയ ഫോണാണ്, ഇറങ്ങിയതേ ഉള്ളൂ. അതിന് വൈൽഡ് ക്ലെയിംസ് ഒന്നും ഞാനും പറയുന്നില്ല. ഇനി ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ. ഈ പ്രൈസ് റേഞ്ചിന് ബ്യൂട്ടിഫുൾ, അബ്സല്യൂട്ട്ലി സ്റ്റെല്ലർ. ഇതിലും ബെറ്റർ ഡിസ്പ്ലേ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. കളേഴ്സ് ആയിക്കോട്ടെ എല്ലാം ഹൈലി ആക്യുറേറ്റ് ആണ്. അനിമേഷൻസും കാര്യങ്ങളും ഒക്കെ സൂപ്പർബാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് HBM 1300 നെറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക 800 നെറ്റ്സും പീക്ക് ബ്രൈറ്റ്നസും 3000 നെറ്റ്സും ഒക്കെ. ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലൊന്നും എനിക്കൊരു കംപ്ലയിൻറ്റ് തോന്നിയില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് UHDR സപ്പോർട്ട് ഉണ്ട് ഇമേജസിനകത്ത്. ഓൾമോസ്റ്റ് 400 PPI പിക്സൽസ് പെർ ഇഞ്ച് വരെ വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെ ഇരുന്ന് HDR 10+ 120 ഹേർട്സ് ഒക്കെയുള്ള പ്രീമിയം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഡിസ്പ്ലേ. എൻ്റെ iPhone 16 പോലും ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് iPhone 16 പോകുമ്പോൾ എനിക്ക് മറ്റേ 120 ഹേർട്സ് ഭയങ്കരമായിട്ട് മിസ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് 120 ഹേർട്സ് എല്ലാ ബഡ്ജറ്റ് ഫോണിനകത്ത് ഇപ്പോൾ വന്നു തുടങ്ങി. എന്ന ഐഫോണിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഗൈസ്, ഡിസ്പ്ലേ ഈസ് അബ്സല്യൂട്ട്ലി സ്റ്റെല്ലർ. നിങ്ങൾക്ക് വൈഡ് വൈൻ ആൻഡ് അങ്ങനത്തെ സപ്പോർട്ടൊക്കെ നത്തിങ് ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒന്നാമത്തെ ഫോൺ ഇറക്കിയല്ലേ ഉള്ളൂ. മിക്കവാറും ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടി കാണും. ഡിസ്പ്ലേ സൂപ്പർ, തംസ് അപ്പ്, കളർ ആക്യുറസി ആണെങ്കിലും എല്ലാത്തിനും അടിപൊളി. ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിക്കവരും വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഭയങ്കരമായിട്ട് ആൽഗോരിതം പുഷ് ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആവും. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ചെയ്യുക പ്ലീസ്. അതേപോലെ നിങ്ങൾക്ക് ഈ നത്തിങ്ങിൻ്റെയും CMF Phone 2 Pro ഒക്കെ നല്ലോണം യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ആണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ പട്ടത്തുള്ള ABC മൊബൈൽസിൽ പോയാൽ മതി. അവിടെ ഇഷ്ടംപോലെ ഫോൺ റെഡിലി ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുത്ത് വെളിയിൽ കൊണ്ട് യൂസ് ചെയ്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഡിസിഷൻ എടുക്കാം. പക്ഷേ ഗൈസ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു കോസ്റ്റ് കട്ടിങ് അവർ ചെയ്തു. അത് ആണ് എനിക്ക് ചെറിയൊരു ക്രെഡിറ്റുള്ളത്. അതെന്ന് പറയുമ്പം ഗൈസ്, നല്ലൊരു ഡിസ്പ്ലേ ഒരു ബഡ്ജറ്റ് ഫോണിന് കൊടുത്തിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവർ കൊടുക്കേണ്ടായിരുന്നു. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ റിവ്യൂസിനകത്തൊന്നും. എല്ലാവരും നല്ല സ്പീക്കർ, മോണോ സ്പീക്കർ ആണെങ്കിലും ലൗഡാണ്. പക്ഷേ ഒരിക്കലും ആ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് മോണോ സ്പീക്കറിനും കിട്ടത്തില്ല. മോണോ സ്പീക്കറിൽ നമുക്ക് മറ്റേ ബൂസ്റ്റ് മോഡ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഉണ്ട്. അത് ഭയങ്കര സൗണ്ട് ഉണ്ട്. പക്ഷേ രണ്ട് സ്ഥലത്തു നിന്ന് വരുന്ന സൗണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്നും വരുന്ന സൗണ്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. അപ്പോൾ ഹാപ്റ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഗൈൻ CMF ആണ്. നത്തിങ്ങിന് അറിയാം അവർക്ക് ഹാപ്റ്റിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയലി മാറ്റർ ടു ദ ഫോണെന്ന്. അതിനകത്തൊന്നും അവർ ചീപ്പ് ഔട്ട് ചെയ്തില്ല. ഹാൻഡ്സ് ഡൗൺ, തംസ് അപ്പ്, എല്ലാം അടിപൊളി. സോ ഗൈസ്, ഇനി നിങ്ങൾ ലാഗ് അടിപ്പിക്കാതെ ഈ ഫോണിനകത്ത് വേറൊരു ജസ്റ്റിഫിക്കേഷൻ പോയിന്റ് വരാം. ദാറ്റ് ഇസ് ബാറ്ററി ലൈഫും ഇതിൻ്റെ പെർഫോമൻസും. ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh ആണ് ബാറ്ററി ലൈഫ് ഉള്ളത്. ഇതിനകത്ത് ഡിസ്പ്ലേ ടെക്നോളജി റിലേറ്റീവ്ലി ന്യൂ ടെക്നോളജിയാണ്. അതേപോലെ സോഫ്റ്റ്വെയർ അവർ പുട്ട് പോലെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഡിമെൻസിറ്റിയുടെ 7400 സീരീസ് പ്രോ സീരീസ് ചിപ്സെറ്റ് വരുന്നത്. ഒരുപാട് പവർ ഹംഗ്രി ഒന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു 6 to 7 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. നിങ്ങൾ ഒട്ടും പയ്യൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്, പുഷ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്ന ആളൊക്കെ വേണമെങ്കിൽ ഒരു 2 day ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ബാറ്ററി ലൈഫ് ബിഗ് തംസ് അപ്പ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. വേറെ ഒന്നും എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. ജസ്റ്റ് ലവ് ഇറ്റ്.
ബാറ്ററി ലൈഫ്. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിലും നിങ്ങൾ മാലിയുടെ G615MC2 എന്ന് പറഞ്ഞ GPU കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഗെയിമിങ്ങും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം എല്ലാ ഗെയിംസും മോഡറേറ്റ് ഗ്രാഫിക്സിൽ കളിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും ഈ പ്രൈസ് റേഞ്ചിലൊന്നും സാക്രിഫൈസ് ചെയ്യുന്നില്ല. തെർമൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CMFൻ്റെ എനിക്ക് ഫസ്റ്റ് ഫോണിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവർ ഫങ്കി ഡിസൈനൊക്കെ ആണെങ്കിലും അവരുടെ തെർമൽ മാനേജ്മെൻറ്റ് കുഴപ്പമില്ല. പക്ഷേ നോട്ട് ദ ബെസ്റ്റ്. ഫോൺ ചൂടാവുന്നുണ്ട്, അത്യാവശ്യം വാമാവുന്നുണ്ട്, ചെറിയ ഗെയിമിങ് സെഷൻസ് ഒക്കെ ഉണ്ടാക്കും. പക്ഷേ കറക്റ്റ് എന്ന് പറയുമ്പം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഫോണൊന്ന് ചൂടാവുന്നത്. അത് ഒരു ബാഡാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ബട്ട് കേസൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യത്തില്ല. ഗൈസ് അഗൈൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ടെന്നും അല്ല പറയണേ, ചെറുതായിട്ട് വാം ആവുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. പെർഫോമൻസ് ബാറ്ററി ലൈഫ് സെഗ്മെൻറ്റിൽ ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആൻഡ് കണ്ടന്റ്. ഇതിനകത്ത് റിവേഴ്സ് 5W വയർഡ് ചാർജിങ് ഉണ്ട്. ഇനി ഗൈസ് എനിക്ക് ഈ ഫോണിനകത്ത് 20,000 രൂപയ്ക്കകത്ത് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയത് വേറെ ഒന്നും, സോഫ്റ്റ്വെയറിനെക്കാട്ടി ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയത് ദിസ് ഇസ് ക്യാമറ സിസ്റ്റം. ഗൈസ് ഈ ക്യാമറ സിസ്റ്റം ഇച്ചിരി സീനാണ്. ഈ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം സീൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സീനല്ല. 50 മെഗാ വൈഡ് മെയിൻ ഷൂട്ടർ, ഒരു 8 മെഗാ അൾട്രാ വൈഡ്, അതേപോലെ 50 മെഗാ 2x ടെലിഫോട്ടോ ഈ പ്രൈസ് റേഞ്ചിന് അവർ കൊടുത്ത്. എപ്പോഴാ എനിക്കറിയത്തില്ല ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഈ മൂന്നും ഫങ്ഷണലായിട്ടുള്ള ക്യാമറ സിസ്റ്റം അവരെങ്ങനെ കൊടുക്കുന്നതാണ് എനിക്കറിയാത്തത്. ബാക്കി എല്ലാത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു മാക്രോന്നോ വേറെ എന്തെങ്കിലും ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് തന്നെയാണെങ്കിൽ 2 ക്യാമറ കൊടുക്കും. പക്ഷെ ഒരു ക്യാമറ മാത്രമേ വർക്ക് ചെയ്യൂ. പക്ഷെ മൂന്നും യൂസ്ഫുൾ ആണ്. അഗൈൻ എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റി ഒന്നും നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കേണ്ട. എന്നാലും ഗൈസ് അത്യാവശ്യം നല്ല ക്യാമറ, പോർട്രേറ്റ്സ് ആയിക്കോട്ടെ, ലോ ലൈറ്റ് ഷോട്ട്സ് ആയിക്കോട്ടെ, എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് അത്യാവശ്യം കഴിഞ്ഞ വർഷത്തെ ഉപയോഗിക്കുന്ന 50 മെഗാ സെൻസറല്ല CMF ഫോൺ. ഇതൊരു പുതിയ സെൻസർ ആയിട്ട് തന്നെ ലോ ലൈറ്റ് സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. അഗൈൻ ക്യാമറാസ് ബ്ലൂ മീ എവേ. OIS ഒക്കെ ഉണ്ട് മെയിൻ ഷൂട്ടറിനകത്ത്. 4K വീഡിയോസ് എടുക്കാം നിങ്ങൾക്ക്. റിയലി ഗുഡ്. ഇനി സ്റ്റൈലിസ്റ്റിക് അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞാൽ CMFൻ്റെ വൈബ്രൻറ്റ് കോൺട്രാസ്റ്റ് ഇമേജ് ആണ്. അല്ലാതെ സാംസങ്ങിൻ്റെയോ ഇപ്പോഴത്തെ സാംസങ്ങിൻ്റെയോ ഇപ്പോഴത്തെ ഐഫോണിനാണെങ്കിൽ ഒരു ന്യൂട്രൽ ഒരു പേസ്റ്റലിഷ് ലുക്ക് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു സോഷ്യൽ മീഡിയ റെഡി പോസ്റ്റ് പോലത്തെ ക്യാമറ സിസ്റ്റമാണ് കിട്ടുന്നത്. ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഐ ആം വെരി ഹാപ്പി ആൻഡ് കണ്ടന്റ് വിത്ത് ദ ക്യാമറ സിസ്റ്റം. അഗൈൻ ഈ പ്രൈസ് റേഞ്ചാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ സിസ്റ്റം എന്നും എനിക്ക് പറയാൻ പറ്റും. റിയലി ഗുഡ് തംസ്. ഇനി ഗൈസ് നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് സംസാരിക്കാം. ദിസ് ഇസ് നത്തിങ് ബ്രോ, നത്തിങ് ഡസ് ഇറ്റ് ബെറ്റർ വെൻ ഇറ്റ് കംസ് ടു സോഫ്റ്റ്വെയർ. എൻ്റെ മോനെ 2 ദിവസം നിങ്ങൾ ഇതിനൊന്ന് ഉപയോഗിച്ചൊന്ന് പഴകി തുടങ്ങിയ അതൊരു സുഖമാണ്. സുഖം എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷൻസ് ആയിക്കോട്ടെ, അനിമേഷൻസ് ആയിക്കോട്ടെ, റിലയബിലിറ്റി ആയിക്കോട്ടെ, അപ്ഡേറ്റ് ആയിക്കോട്ടെ. എനിക്കിപ്പോൾ ഒരു അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്. ThinkOS 3.2 വന്ന് കിടപ്പുണ്ട്. അതിനകത്ത് 4 GB ഒക്കെ വലിയ അപ്ഡേറ്റ് ആണ്. അവിടെ കുറേ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇത് മാത്രമാണെന്ന് പറഞ്ഞ പണി ഇരുന്ന് പണിഞ്ഞ് ബഗ് ക്ലിയർ ചെയ്യുക, അതുപോലെ അപ്ഡേറ്റ്സ് കൊടുക്കുക, പുതിയ ഫീച്ചേഴ്സൊക്കെ കൊടുക്കുക. സോഫ്റ്റ്വെയറിനകത്ത് ഇനി ഒരു സാധനം പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് എസെൻഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ നത്തിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഭയങ്കര യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പക്ഷേ ദ മോർ ആൻഡ് മോർ അവരിപ്പോൾ കൂടുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങി. ഇതിനകത്ത് ഇപ്പോൾ AI ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങി. സിമ്പിൾ വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ സ്ക്രീൻഷോട്ടിനെയൊക്കെ നമ്മൾ ഇച്ചിരി ഒരു റെവല്യൂഷനൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ട ഒരു ഡിജിറ്റൽ പേഴ്സണൽ സ്പേസ് അതിപ്പം അത് നല്ലൊരു സംഭവമായിട്ട് വരുന്നു. മേ ബി ഫ്യൂച്ചറിൽ അത് ഇച്ചിരി കൂടെ കിടിലായിക്കൊണ്ട് വരാം. തുടക്കം ഞാൻ വിചാരിച്ചതൊരു ഗിമിക്ക് ആണെന്നാണ്. പക്ഷേ ഇപ്പം എനിക്ക് കാണാൻ പറ്റും ഈ എഴുത്തുകാർ, ആർട്ടിസ്റ്റ്, ഈ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ ഫീച്ചറായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട്. അഗൈൻ നത്തിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. റിലയബിലിറ്റി കാര്യങ്ങളൊക്കെ പക്ക 3 years ഓഫ് OS അപ്ഡേറ്റ്. എനിക്കൊന്നും പറയാനില്ല. ഗൈസ് ഡു ഐ റെക്കമെൻഡ് ദിസ് ഫോൺ? ആബ്സല്യൂട്ട്ലി യെസ്, ഐ ഡു റെക്കമെൻഡ് ദിസ് കില്ലർ ഫോൺ. കില്ലാടി സാധനം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഒറ്റ ഡൗൺഫോൾ എന്ന് പറഞ്ഞാൽ മോണോ സ്പീക്കർ ആയിപ്പോയി. പക്ഷേ അതും അത്യാവശ്യം നല്ല മോണോ സ്പീക്കറാണ്, സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഇത്രയും നല്ല ഓൾറൗണ്ടർ പാക്കേജ്, അത്യാവശ്യം സൂപ്പർ യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ, ഡ്യൂറബിലിറ്റി ഉണ്ട്, ഡിസ്പ്ലേ അടിപൊളിയാണ്, ക്യാമറാസ് എക്സെപ്ഷണൽ ഫോർ ദ പ്രൈസ്, ബാറ്ററി ലൈഫും പെർഫോമൻസും എഗെയിൻ ഈ പ്രൈസ് റേഞ്ചിന് കിടുക്കൻ. ആകെ നിങ്ങൾ ആ ചെറിയൊരു ആസ്പെക്റ്റിൽ ചെറുതായിട്ടൊന്ന് സാക്രിഫൈസ് ചെയ്താൽ നിങ്ങൾക്കൊരു നല്ല ഓൾറൗണ്ടർ ഡിവൈസ് ആണ് ഇവിടെ കിട്ടുന്നത്. അഗൈൻ നിങ്ങൾ ഹെഡ്ഫോൺസും ബ്ലൂടൂത്ത് ഇയർഫോൺസും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളത് ബോദർ ചെയ്യാൻ പോലും ചെയ്യുന്നില്ല. I do highly recommend this phone, guys. It's Sree here. I love CMF Phone 2 Pro. Talk to you guys later. Love you.